നമസ്കാരം. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ കഠിനാധ്വാനത്തിന്റെയും കാത്തിരിപ്പിന്റെയും വിലയുള്ള കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് മുൻ പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന സമാനതകളില്ലാത്ത അഴിമതിയുടെയും ക്രമക്കേടുകളുടെയും കൂടുതൽ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാം വട്ടവും LDF സർക്കാരിന് തുടർഭരണം കിട്ടുമെന്ന അന്ധമായ വിശ്വാസത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം PSC അംഗങ്ങളും അവിടുത്തെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും കമ്മ്യൂണിസ്റ്റ് സംഘടനാ നേതാക്കളും ചേർന്ന് റാങ്ക് പട്ടികകളിൽ വൻതോതിലുള്ള വഴിവിട്ട ഇടപാടുകളും പിൻവാതിൽ തിരികെ കയറ്റലുകളുമാണ് നടത്തിയിരിക്കുന്നത്. ആസൂത്രണ ബോർഡിലെ 3 ചീഫ് തസ്തികകളിലെ 10 ചോദ്യങ്ങൾ മുഖ്യ ക്രമക്കേട് പുറത്തുവന്നതോടെ കഴിഞ്ഞ 5 വർഷത്തിനിടെ PSC നടത്തിയ ഒട്ടേറെ പ്രധാന പരീക്ഷകളും അഭിമുഖങ്ങളും ഇപ്പോൾ പൂർണ്ണമായും സംശയ നിഴലിലായിരിക്കുകയാണ്. മുൻപ് ഉയർന്നുവന്ന ആരോപണങ്ങളെല്ലാം ധാർഷ്ട്യത്തോടെ തള്ളിക്കളഞ്ഞിരുന്ന PSCക്ക് ഇത്തവണ തെളിവുകൾ സഹിതം കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ മറ്റു വഴികളില്ലാതെ അന്വേഷണത്തിന് തയ്യാറാകേണ്ടി വന്നിരിക്കുകയാണ്. മുൻ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ എത്രത്തോളം ആസൂത്രിതമായാണ് ഇവിടെ റാങ്ക് ലിസ്റ്റുകൾ അട്ടിമറിക്കപ്പെട്ടത് എന്നതിന്റെ തെളിവാണിത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ, DYSP തുടങ്ങിയ അതിപ്രധാനമായ റാങ്ക് പട്ടികകളിൽ കൂട്ടത്തോടെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും അവരുടെ അനുഭാവികളും കടന്നുകൂടിയതിൽ നേരത്തെ തന്നെ ഉദ്യോഗാർത്ഥികൾ വലിയ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അന്നത്തെ ഭരണകൂടമോ PSCയോ അത് കേട്ട ഭാവം നടിച്ചില്ല. അഭിമുഖം പൂർത്തിയാകാതെ പരീക്ഷയുടെ മാർക്ക് പരസ്യപ്പെടുത്തരുതെന്നാണ് PSCയുടെ ഔദ്യോഗിക ചട്ടം. എന്നാൽ മുൻ സർക്കാരിന്റെ കാലത്ത് പല പരീക്ഷകളുടെയും മാർക്കുകൾ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് PSC അംഗങ്ങൾ തന്നെ രഹസ്യമായി കൈവശപ്പെടുത്തുന്നത് പതിവാക്കി മാറ്റിയിരുന്നു. ഇങ്ങനെ മാർക്കുകൾ മുൻകൂട്ടി ചോർത്തി നൽകിയതിലൂടെ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖ പരീക്ഷകളിൽ കൂടുതൽ മാർക്ക് നൽകി റാങ്ക് ലിസ്റ്റിന്റെ മുൻപന്തിയിൽ എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഇപ്പോൾ വിവാദമായ ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലേക്കുള്ള അഭിമുഖത്തിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കണമെന്ന് 3 PSC അംഗങ്ങൾ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നതിൽ നിന്ന് തന്നെ വേണ്ടപ്പെട്ടവർക്ക് മാർക്ക് വാരിക്കോരി നൽകാൻ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ഭരണതലപ്പത്തു നിന്നും എത്രമാത്രം വലിയ സമ്മർദ്ദമാണ് ഉണ്ടായതെന്ന് വ്യക്തമാണ്. ഈ കഴിഞ്ഞ ജൂൺ 18 നടത്തിയ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ റിസർച്ച് ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷയിൽ നടന്നിരിക്കുന്നത് അതീവ ഗുരുതരമായ നടപടിക്രമ ലംഘനമാണ്. ഉദ്യോഗാർത്ഥികളെ മുൻകൂട്ടി ഒട്ടും അറിയിക്കാതെ സിലബസ് മാറ്റുകയും മാർക്ക് വെയിറ്റേജ് അട്ടിമറിക്കുകയും ചെയ്തു. അതിലും വിചിത്രമായ കാര്യം, ഈ പരീക്ഷയിലെ 100 ചോദ്യങ്ങളിൽ 54 ചോദ്യങ്ങൾക്കും ശരിയുത്തരം B ഓപ്ഷൻ മാത്രമായിരുന്നു. മുൻകൂട്ടി ഉത്തരം സെറ്റ് ചെയ്ത് വെച്ച് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് റാങ്ക് ഒപ്പിച്ചു നൽകാൻ നടത്തിയ കൃത്രിമത്വമാണ് ഇതിലൂടെ പുറത്തു വന്നത്. തുടർച്ചയായി ഉയരുന്ന ഇത്തരം വിവാദങ്ങളിലും പരാതികളിലും പുതിയ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി VD സതീശനും കടുത്ത അതൃപ്തിയും ആശങ്കയുമുണ്ട്. പരീക്ഷാ നടത്തിപ്പിലും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലും മുൻ സർക്കാർ വരുത്തിവെച്ച ഈ നിരന്തരമായ ആക്ഷേപങ്ങൾ സിസ്റ്റത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശക്തമായ ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ്. ചുരുക്കത്തിൽ കഴിഞ്ഞ 5 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് PSCയുടെ മറവിൽ നടന്ന മുഴുവൻ അവിശുദ്ധ ഇടപാടുകളും വരും ദിവസങ്ങളിൽ കൃത്യമായി തന്നെ പുറത്തു കൊണ്ടുവരും. ആഭ്യന്തര അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കും മുൻ PSC അംഗങ്ങൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കർശന നടപടികളിലേക്ക് പുതിയ UDF സർക്കാർ കടക്കുക തന്നെ ചെയ്യും. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾ എത്രയും വേഗം പരിഹരിക്കുകയും PSCയിലെ പിൻവാതിൽ മാഫിയകളെ പൂർണ്ണമായും പിഴുതെറിഞ്ഞ് സുതാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ.